നമസ്തേ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ടാൻസ് വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം. ഞാൻ ആതിരാനിഖിൽ. ഇന്ന് നമ്മൾ പോകുന്നത് ഈ അടുത്ത് റീൽസിലൊക്കെ ഒരുപാട് ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു സ്ഥലത്തേക്കാണ്. ഫാം വില്ല. ചാവക്കാട് എടക്കഴിയൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ ഫാം വില്ല ഉള്ളത്. നമ്മൾ മറൈൻ വേൾഡിലേക്ക് പോകുന്ന വഴിയാണ്. അപ്പോൾ ഞങ്ങൾ അവിടെ എത്തി. ഞങ്ങൾ ടിക്കറ്റ് എടുത്തു. 150 രൂപയാണ് ഒരാൾക്ക് ടിക്കറ്റ് ചാർജ് വരുന്നത്. 5 വയസ്സിന് താഴെയുള്ളവർക്ക് ഫ്രീ എൻട്രി ആണ്. അപ്പോൾ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്ത് ആദ്യം കയറുമ്പോൾ കാണുന്നത് ഒട്ടകത്തിനെയാണ്. ഒട്ടകത്തിനും അതുപോലെ കുതിരയ്ക്കും ഫീഡ് ചെയ്യാനുള്ള ഇലകൾ നമുക്ക് തരും. ഫീഡ് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. ഒട്ടകം, കുതിരകൾ, ചെറിയ കാള ഒക്കെ കാണാൻ പറ്റും. അതിനകത്ത് നല്ലൊരു അറ്റ്മോസ്ഫിയറാണ്. കുറേ മരങ്ങളും ചെടികളും ഒക്കെ ഉള്ള കാരണം അധികം ചൂട് നമുക്ക് അനുഭവപ്പെടില്ല. പിന്നെ ഞങ്ങൾ വന്നത് വേറെ സെക്ഷനിലേക്കാണ്. അവിടെ എമു, അതുപോലെ തന്നെ പലതരം ആടുകളെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ എമുവിന് ഫീഡ് ചെയ്യാനായിട്ട് നമുക്ക് ക്യാരറ്റ് തരും. അപ്പോൾ നമുക്ക് ഫീഡ് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള ആടുകളെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അതിൽ നല്ല നീണ്ട രോമമുള്ള ആടുകളുണ്ടായിരുന്നു. അപ്പോൾ അവരെ പുറത്തേക്ക് ഇറക്കി അവർക്ക് ഫീഡ് ചെയ്യാനുള്ള ഇത് നമുക്ക് തന്നിരുന്നു. പോപ്കോണാണ് തന്നത്. അപ്പം ഞങ്ങൾ അതിന് ഫീഡ് ചെയ്തു. കാണാൻ നല്ല രസമായിരുന്നു. കുട്ടികളൊക്കെ കൊണ്ടുവരുമ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും അവർക്ക്. പിന്നത്തെ ആ ഒരു സെക്ഷനിൽ തന്നെ താറാവുകളെ നമുക്ക് കാണാൻ പറ്റും. വെറൈറ്റി താറാവുകൾ. നല്ല ക്ലീനായിട്ടും എല്ലാം കൊണ്ടും നല്ലൊരു ഇതിൽ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മുയലിനൊക്കെ നമുക്ക് എടുത്തു തരും. അവർ പറയുന്ന രീതിയിൽ നമ്മൾ പിടിച്ചാൽ മതി. അപ്പോൾ നമുക്ക് ഫോട്ടോസ് എടുക്കാനും വീഡിയോസ് എടുക്കാനുള്ള സൗകര്യമുണ്ട്. അങ്ങനെ പിന്നെ കാണുന്നത് വെറൈറ്റി പൂച്ചകളാണ്. ഒന്നും നാടനായിട്ടുള്ളതല്ല, ഒക്കെ ഫോറിനേഴ്സാണ്. ഒരുപാട് വെറൈറ്റീസ് അവിടെ കാണാൻ പറ്റും. അതിൻ്റെ പേരുകളൊക്കെ അവിടെ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. അതും നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ തുറന്ന് എടുത്തൊക്കെ തരും. രോമമില്ലാത്തൊരു പൂച്ച, അത് കിടന്നുറങ്ങായിരുന്നു. ശരിക്കും കാണാൻ പറ്റിയില്ല അതിനെ. എല്ലാവരും നല്ല വിശ്രമത്തിലാണ്. അപ്പോൾ നിമി പൂച്ചേനെ എടുത്തിരുന്നു. പിന്നെ കണ്ടത് റെഡ് ഹാൻഡ് ടാമറൈൻ എന്ന് പറഞ്ഞിട്ട് ചെറിയൊരു സംഭവമാണ്. കുരങ്ങിൻ്റെ ഒക്കെ ഏകദേശ രൂപം. കുരങ്ങനെ ഞാൻ തോന്നണു. അതിൻ്റെ വേറൊരു ഇനായിരിക്കും. പക്ഷെ അതിനടുത്ത് ശരിക്കും കാണാൻ പറ്റിയില്ല. മൂലയിൽ ഇരിക്കുകയായിരുന്നു എല്ലാതും. പിന്നെ വെറൈറ്റി കളറിലുള്ള കോഴികൾ. അതിനെ നമുക്ക് കയ്യിലൊക്കെ എടുത്ത് വെച്ച് തരും. തൊട്ട് നോക്കാനൊക്കെ പറ്റും. അപ്പോൾ തക്കുപോയി തൊട്ട് നോക്കുന്നുണ്ടായിരുന്നു. പിന്നെ ലവ് ബേഡ്സിൻ്റെ ഒരു സെക്ഷൻ. പിന്നെ ഇഗ്വാന. പിന്നെ കോഴികളുടെ തന്നെ പല ടൈപ്പുകളാണ് കണ്ടത്. പിന്നെ ഉടുമ്പ്, 2 തരം ഉടുമ്പുകൾ നമുക്ക് കാണാൻ പറ്റും. അതിൻ്റെ വലിപ്പം കാണുമ്പോൾ നമുക്ക് പേടിയാവും. പിന്നെ തേള്, തവള. പിന്നെ ഉടുമ്പിൻ്റെ ഒരു ഇത് കൂട് ഞങ്ങൾക്ക് തുറന്നിട്ട് കാണിച്ചു തന്നു. വേണമെങ്കിൽ മേത്തൊക്കെ അവർ വെച്ച് തരും പറയുകയാണെങ്കിൽ. പക്ഷേ ധൈര്യം ഉണ്ടായില്ല. അടുത്ത് കാണുമ്പോൾ തന്നെ എന്തോ പോലെയായിരുന്നു. ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാനായിട്ട് അവർ തുറന്നിട്ട് തന്നു. പിന്നെ പാമ്പുകൾ. പിന്നെ ഇഗ്വാനയുടെ തന്നെ വേറൊരു ടൈപ്പ് പാമ്പുകളും വെറൈറ്റി ആയിട്ടുള്ളത് ഉണ്ടായിരുന്നു. അതിനെ നമുക്ക് വേണമെങ്കിൽ തോളത്തിട്ട് തരും. ഇത് പറക്കുന്ന അണ്ണാനാണ് കേട്ടോ. അവരെല്ലാവരും നല്ല വിശ്രമത്തിലായതുകൊണ്ട് ശരിക്കും കാണാൻ പറ്റിയില്ല, എടുക്കാനൊന്നും പറ്റിയില്ല. പിന്നെ ചെറിയ ചെറിയ എലികൾ. അപ്പോൾ പാമ്പിനെ ഞങ്ങൾക്ക് എടുത്ത് ഇട്ട് തരാമെന്നൊക്കെ പറഞ്ഞു. നിമി ഇട്ട് നോക്കി. പക്ഷേ ആദ്യമൊന്നും ഒച്ചയും ബഹളമായി അത് അനങ്ങി തുടങ്ങിയപ്പോൾ. പിന്നെ ആൾ നല്ല സപ്പോർട്ടീവായിരുന്നു കേട്ടോ. കയ്യിൽ
പിടിച്ചൊക്കെ തന്ന് അവർ പറഞ്ഞു തരാം എങ്ങനെയാണെന്നൊക്കെ. അപ്പോൾ തക്കു തൊട്ട് നോക്കി, പിന്നെ അമ്മയ്ക്കും ഇടണമെന്നൊക്കെ പറഞ്ഞ് നല്ലൊരു എക്സ്പീരിയൻസ് തന്നെ ആയിരുന്നു കേട്ടോ. ഞാൻ ഇട്ട് നോക്കിയില്ല, കാരണം എന്തോ അത് കാണുമ്പോൾ തന്നെ എന്തോ പോലെ, പിന്നെ പേടിയുണ്ടായിരുന്നു, അതുകൊണ്ട് റിസ്ക് എടുക്കാൻ നിന്നില്ല. അതിങ്ങനെ അനങ്ങി വരുമ്പോൾ തന്നെ അവരുടെ ധൈര്യം മൊത്തം പോയി. പിന്നെ അതും വേറൊരു ടൈപ്പ് ഉടുമ്പായിരുന്നു, ഇതും വേറെ ടൈപ്പ് പാമ്പ്. ഓന്തിൻ്റെ പല ടൈപ്പ്, ഇതും നല്ല രസമായിരുന്നു. അണ്ണാൻ്റെ ഒരു വേറൊരു ഇനാന്ന് തോന്നണു. പിന്നെ വെറൈറ്റി ആയിട്ടുള്ള പക്ഷികളെ നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഈ വലിയ കൂടിനകത്ത് നമുക്ക് കയറാൻ പറ്റും. അവർ ഫീഡ് ചെയ്യാനായിട്ട് നമ്മുടെ കയ്യിൽ ആപ്പിളാണ് തരാം. അപ്പോൾ അവർ പറയണ രീതി അനുസരിച്ച് നമ്മൾ കയ്യിൽ മുറുക്കി പിടിക്കുക, അതിൻ്റെ മുകളിലേക്ക് കൈ പൊക്കി പിടിച്ച് കഴിഞ്ഞാൽ അവർ വന്ന് കൊത്തിയെടുത്തോളും. അപ്പോൾ അത് നല്ല രസമായിരുന്നു കേട്ടോ. അതിൻ്റെ ഉള്ളിൽ കുറച്ച് നേരം നിന്നു, എല്ലാവരും ഫീഡ് ചെയ്യണൊക്കെ വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്ത്. പിന്നെ നമ്മൾ ആ കൂട്ടിൻ്റെ അകത്തുനിന്ന് ഇറങ്ങിയിട്ട് പിന്നെ കാണുന്നത് ഒട്ടക പക്ഷിനെയാണ്. അപ്പോൾ അവർ അത് ഇരിക്കുകയായിരുന്നു. അപ്പോൾ അവിടെയുള്ള ചേച്ചി അതിനെ ഏൽപ്പിച്ച് നിർത്തി കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു സംഭവത്തിനെ ഞാൻ ആദ്യമായിട്ടാണ് അടുത്ത് കാണുന്നത്, നേരിട്ട് കാണുന്നത് തന്നെ ആദ്യമായിട്ടാണ്. അപ്പോൾ നല്ല വലുപ്പമുണ്ട്. പിന്നെ ആ ഒരു സെക്ഷൻ മൊത്തം മക്കാവോ, അതുപോലെ കോക്കറ്റൈൽ, അതുപോലെ വെറൈറ്റി ആയിട്ടുള്ള പക്ഷികൾ തന്നെയാണ് ആ ഒരു സെക്ഷൻ മൊത്തം. പിന്നെ ഒരുപാട് വെറൈറ്റി പ്രാവുകളെ നമുക്ക് കാണാൻ പറ്റും. ഈ ഒരു സെക്ഷൻ കോക്കറ്റൈലാണ്. ഈ ഒരു സെക്ഷനിൽ പലതരം പ്രാവുകളും അതുപോലെ തന്നെ കോഴികളെ നമുക്ക് കാണാൻ പറ്റും.
അപ്പോൾ ഇതൊക്കെയാണ് ഈ ഫാം വില്ലയിലെ കാഴ്ചകൾ. അപ്പോൾ അവിടെ കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞു. ഫാം വില്ലയുടെ അകത്ത് തന്നെ കൂൾ ഡ്രിങ്ക്സ് അതുപോലെ ചെറിയ സ്നാക്സ് ആയിട്ടുള്ള ഒരു ചെറിയൊരു ഷോപ്പുണ്ട്. അപ്പോൾ അവിടുന്ന് ചെറുതായിട്ട് സ്നാക്സും അതുപോലെ കൂൾ ഡ്രിങ്ക്സൊക്കെ കഴിച്ചു. ഏകദേശം നല്ല വെയിലായി തുടങ്ങി, ഞങ്ങൾ രാവിലെ പോകുന്നതാണ്. അപ്പോൾ എന്തായാലും ഈ ഒരു സ്ഥലം എല്ലാവരും വന്ന് കാണാം. കുട്ടികൾക്ക് മാത്രമല്ല വലിയവർക്കും എന്തായാലും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയ നല്ല അടിപൊളി സ്ഥലമാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും ശുഭദിനം.